നല്ലൊരു പെപ്പർ മസാല റെസിപ്പി ഞാൻ ചെലുത്തുന്ന മസാല ആക്കാൻ വേണ്ടി ഞാൻ ചെറുതായതുകൊണ്ട് ഒരു 4 നീരുള്ളി എടുത്തിന്, പിന്നെ 2 ടൊമാറ്റോ, 2 കായമുളക്, ഒരു കണ്ട ശുണ്ഠി, ഒരു 10 അരി വെള്ളുള്ളി, പിന്നെ ഒരു അര കപ്പ് മതി, അര കപ്പ് കേട് തൈര് എടുത്തിട്ടുണ്ട്, പിന്നെ ചിക്കന്, പിന്നെ വെള്ളുള്ളി, പിന്നെ ശുണ്ഠി, പിന്നെ കായമുളക് അതിനിട്ടിട്ട് നല്ല പേസ്റ്റാക്കിയിട്ട് എടുക്കണം. കുത്തിയിട്ട് മിക്സിയിൽ വേണമെങ്കിൽ ഇട്ടിട്ട് എടുക്കാം, ബട്ട് മിക്സിയിൽ ഇട്ടെങ്കിൽ അതൊരു ടേസ്റ്റ് കിട്ടില്ല, ഈ ഒരു ടേസ്റ്റ് കിട്ടുന്നില്ല. അതിന് വേണ്ടി കുറച്ച് കുത്തിയിട്ട് എടുത്താൽ നല്ല കുത്തിയിട്ട് എടുത്തിട്ട് അതിനെ മാറ്റിയിട്ട് വെക്കണം. അതിന് പിന്നെ ഒരു പാൻ എടുത്തിട്ട് നല്ല കൊത്തമ്പരി എടുത്തിട്ട് നല്ല ഇടണം കുറച്ച്, പിന്നെ ജീരക, പിന്നെ കുരുമുളക്, പിന്നെ കെത്ത, ലവങ്ക, ഏലക്കി, പിന്നെ ഫ്ലവർ, ഇതൊക്കെ നല്ല ഫ്രൈ ആക്കണം. നല്ല പോലെ ചെറുങ്ങനെ ഒരു പൊട്ടിയിട്ട് വരുന്നില്ല അങ്ങനെ. പിന്നെ 2 കാശ്മീരി മുളക്, ഔദ്യത്തിൻ്റെ മുളക് ഇടണം. ഇട്ടിട്ട് നല്ല കുറച്ച് പൊട്ടിയിട്ട് വരോളൂ ഫ്രൈ ആക്കിയിട്ട് ചൂട് തന്നെയാണ് പിന്നെ മിക്സിയിലിട്ടിട്ട് പൊടിച്ചിട്ട് എടുക്കണം. നല്ല ഇതേപോലെ പൊടിച്ചിട്ട് വേണം. ഞങ്ങൾക്ക് ഇത്ര പൊടി വേണ്ട, കുറച്ച് ഞങ്ങൾക്ക് വേണ്ടി ഇത്ര എടുത്തിട്ട് വെക്കണം. പിന്നെ നമ്മൾ ചിക്കനക്ക് കുറച്ച് ലിംബുടെ രസം പിഴിഞ്ഞിട്ട് അതിന് പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് തൈരിട്ടിട്ട് പിന്നെ കുറച്ച് ഉപ്പിട്ടിട്ട് നല്ല പോലെ മിക്സ് ആക്കിയിട്ട് വെക്കണം. നല്ല കുറച്ച് നേരം മിക്സ് ആക്കിയിട്ട് വെച്ച് അതടിയിട്ട് അതിന് പിന്നെ നമുക്ക് ചിക്കൻ ആക്കാൻ വേണ്ടി നല്ല മിക്സ് ആക്കണം. അതിന് പിന്നെ നമുക്ക് ചിക്കൻ ആക്കാൻ വേണ്ടി പാനിൽ നല്ല തേങ്ങ എണ്ണ വിറ്റിട്ട് അതിലേക്ക് നീരുള്ളി ഞങ്ങൾക്ക് കട്ടാക്കി വെച്ച് നീരുള്ളിനെ ഇട്ടിട്ട് ഫ്രൈ ആക്കണം. നല്ല കുറേ ഫ്രൈ ആയിട്ട് വരുന്ന വേണ്ട, കുറച്ച് വെന്ത പോലെ ഒരു ബാടിയിട്ട് വരുന്നത്, ആ ബാടിയിട്ട് വരണം നീരുള്ളി. നല്ല ഇങ്ങനെ കട്ടയില്ല നീരുള്ളി കയ്യിൽ കുത്തിട്ട് നല്ല വിരവലാക്കണം. നല്ല കുറച്ച് നേരം വെന്തിട്ട് വരുമ്പോഴേക്ക് ഇങ്ങനെ കുറച്ച് ഫ്രൈ ആക്കിയിട്ട് കുറച്ച് നേരം വെന്തിട്ട് വരും. ഉപ്പിടണ്ട ഈ ടൈമിൽ, ഈ നീരുള്ളിക്ക് ഉപ്പിടണ്ട. അപ്പോൾ ഗട്ടിയുള്ളത് അതിന് ഇതാക്കിയിട്ട് സ്ലൈസ് ആയിട്ട് വരണത്. ഇതേപോലെ കുറച്ച് വെന്തിട്ട് വന്നിട്ട് ഞങ്ങൾ കുത്തിട്ട് വെച്ച് വെള്ളുള്ളി, ശുണ്ഠി അതുകൊണ്ട് പേസ്റ്റ് ഉണ്ടല്ലേ അതിനിട്ടിട്ട് നല്ല ഫ്രൈ ആക്കണം. അത് കുറച്ച് നേരം ഇങ്ങനെ ഫ്രൈ ആക്കണം. ഇതിൻ്റെ കുത്ത അല്ലാതെ ഫ്രൈ ആയിട്ട് ടൊമാറ്റോ ഇടണം. അങ്ങനെ കട്ടാക്കി ടൊമാറ്റോ ഇട്ട് നല്ല വെന്തിട്ട് വരണം. നല്ല ഫ്രൈ ആണ്. കുറച്ച് നേരം ഞാൻ ഫ്രൈ ആക്കിയിട്ട് ഇങ്ങനെയാണ് കുറച്ച് മൂടിയിട്ട് വെച്ചിട്ട് കുറച്ച് ഒരു 5 മിനിറ്റ് ഇങ്ങനെ അത് നല്ല ഫ്രൈ ആണ്. അപ്പോൾ ആ മൂടി എടുക്കുമ്പോൾ നല്ല കമ്മന വരുന്നത്. പിന്നെയും വയക്ക് കുറച്ച് ഇളക്കിയിട്ട് കൊടുത്തിട്ട് അതിന് പിന്നെ ഞങ്ങൾ ഇതാക്കിയിട്ട് വെച്ചിട്ട് മസാല ആക്കിയിട്ട് വെച്ച് ചിക്കനുണ്ട്, ആ ചിക്കനിട്ടിട്ട് കൊടുക്കണം. ചിക്കനിട്ടിട്ട് ബാക്കും ഇളക്കി കൊടുക്കണം. നല്ല മിക്സ് ആക്കണം. നല്ല പോലെ മിക്സായിട്ട് വേണം. നല്ല മിക്സായിട്ട് വന്നാൽ നല്ലതാണ്. മസാല എല്ലാത്തിനും പിടിക്കണം. നല്ല മിക്സായിട്ട് പിടിക്കണം. അതിന് പിന്നെ പെപ്പർ പൗഡർ ഉണ്ടല്ലേ അതിടണം. നിങ്ങൾക്ക് നല്ല സ്പൈസി വേണമെങ്കിൽ കുറച്ച് പെപ്പർ ഇടാം. ഞാൻ കുറച്ചിട്ടത് ചില പിള്ളേരുണ്ടാവും ഉണ്ടല്ലേ, പിള്ളേർക്ക് നമുക്ക് കാരായെങ്കിലും തിന്നുന്നില്ല, അതുകൊണ്ട് പെപ്പർ കുറച്ചിട്ടത്. നിങ്ങൾക്ക് സ്പൈസി ആയിട്ട് തിന്നുന്നവരുണ്ടെങ്കിൽ നല്ല കുറച്ച് പെപ്പർ ആഡിട്ട് കളറും നല്ല പെപ്പർ നല്ല കളർ വരുന്ന ടേസ്റ്റാണ് വേറെ. അതിന് പിന്നെ ടർമറിക് പൗഡർ ഇട്ടിട്ട് നല്ല പോലെ ബാക്ക് മിക്സ് ആക്കിയിട്ട് കൊടുക്കണം. അതിന് പിന്നെ ഒരു 10 മിനിറ്റ് ഗ്യാസിൽ വെച്ചിട്ട് നല്ല മൂടിയിട്ട് വെച്ചിട്ട് വേവിക്കണം. അപ്പോൾ കുറച്ച് നമുക്കത് ചിക്കൻ വേവുന്നല്ലേ, ഒരു 10 മിനിറ്റ് ആകുമ്പോഴേക്കും അത് വെന്തിട്ടിരിക്കുന്നത്. ആ ടൈമിൽ ഞങ്ങൾ ആക്കിയ മസാലപ്പൊടി ആക്കിയിട്ട് വെച്ചിട്ടില്ല, ആ പൊടി ഇടണം. അത് അളവ് നോക്കിയിട്ട് ഇട്ടെങ്കിൽ ചിക്കനൊക്കെ വേണ്ടിത്തിട്ടെങ്കിൽ കുറേ ആക്കിയതിന് ചിലപ്പോൾ എല്ലാം ഇടുന്ന വേണ്ട, നോക്കിയിട്ട് ഇട്ടെങ്കിൽ മതി. ഞങ്ങൾക്ക് എത്ര വേണോ അത്ര ഇട്ടിട്ട് പിന്നെ മിക്സ് ആക്കിയിട്ട് പിന്നെ ഈ ടൈമിൽ കുറച്ച് ഉപ്പ് നോക്കണം. ചില ഉപ്പിട്ടിട്ട് ഞങ്ങൾ മസാലക്ക് ഞങ്ങൾ ഫസ്റ്റ് മിക്സിക്ക് നേരെ ആക്കിയിട്ട് വെക്കുമ്പോൾ കയ്യിലേക്ക് ഉപ്പിട്ടിനെ, അതുകൊണ്ട് ഉപ്പിട്ടിട്ടാണ്. അങ്ങനെ ഇപ്പോൾ കുറച്ച് ഉപ്പ് കുറവായതുകൊണ്ട് ഞാൻ കുറച്ച് ഉപ്പിട്ടിട്ട് കുറച്ച് വെള്ളം വെച്ചിട്ട് അതിന് കുറച്ച് നേരം മൂടിയിട്ട് വെക്കണം. ചിക്കൻ 5 മിനിറ്റ് മതി. അപ്പോൾ ചിക്കൻ വേവുന്നു നല്ലപോലെ. ഇപ്പോഴേ ഓൾറെഡി വെന്തിന് ചിക്കൻ, എന്നാലും നല്ല വേവാണല്ലേ. അതിന് വേണ്ടിയിട്ട് പിന്നെ മൂടിയിട്ട് വെക്കണം. അതിന് 5 മിനിറ്റായിട്ട് ബാഗ് തുറന്നിട്ട് കൊത്തമ്പരി സോപ്പ് ഉണ്ടല്ലേ, കൊത്തമ്പരി സോപ്പ് കട്ടാക്കിയിട്ട് ഇടണം. അപ്പോൾ
അപ്പോൾ നല്ല ഫ്ലേവറൊക്കെ കിട്ടുന്നു. കൊത്തമ്പരി സോപ്പ് ഇട്ടിട്ട് കുറച്ച് മിക്സ് ആക്കിയിട്ട് ഒരു കുറച്ച് നേരമായിട്ട് നമുക്ക് ഫ്ലെയിം ഞങ്ങൾക്ക് ഓഫാക്കി നല്ല ഞങ്ങൾ ചിക്കൻ പെപ്പർ മസാല റെഡി. നല്ല ടേസ്റ്റായിട്ടിരിക്കുന്നത്. ഇങ്ങനെ മിക്സ് ആക്കിയിട്ട് നല്ല മിക്സ് ആക്കണം, നല്ലപോലെ മിക്സ് ആക്കണം. നല്ല മിക്സ് ആക്കണം. ചിക്കൻ നല്ല വെന്തിരിക്കും. നോക്കിയതാ, ചിക്കൻ സൂപ്പറായിട്ട് വെന്തിരിക്കും. ഇപ്പോൾ ഒരു ഫ്ലെയിം ഓഫാക്കിയിട്ട് വെക്കാം. ഫ്ലെയിം ഓഫാക്കിയിട്ട് നല്ല ചോറിനൊക്കെ ദോശയോ ചപ്പാത്തിയോ എന്തൊക്കെ വേണം അങ്ങനെ തിന്നാം. നോക്കിയിട്ട് ആക്കി നിങ്ങൾ വീട്ടിലാക്കിയിട്ട് കമൻറ്റാക്കി നല്ല അതിനാണ്.